ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. ഏപ്രിൽ മാസത്തെ ഫലമാണ് പറയുന്നത്. ഏപ്രിൽ മാസത്തിൽ ചിത്തിരിയുടെ പകുതിയും ചോതിയും വിശാഖത്തിന്റെ മുക്കാൽ ഭാവവും കൂടി ചേരുന്ന തുലാരാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. തുലാരാശിക്കാർക്ക് പൊതുവെ ഗ്രഹസ്ഥിതി ഒന്ന് നോക്കുകയാണെങ്കിൽ 3-ാം ഭാവത്തിൽ ശനിയും വ്യാഴവും കേതുവും, 5-ാം ഭാവത്തിൽ ബുധനും ശുക്രനും, 6-ാം ഭാവത്തിൽ സൂര്യനും, 8-ാം ഭാവത്തിൽ ചൊവ്വയും, 9-ാം ഭാവത്തിൽ രാഹുവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഗുണദോഷ മിശ്രത്തിൽ ദോഷവും ചേർന്നതിൽ ഗുണാധിക്യം തന്നെ പറയാം. വ്യാഴൻ 2-ാം ഭാവത്തിൽ നിന്ന് 3-ാം ഭാവത്തിലേക്ക് പോയിരിക്കുന്നത് അത്ര ഗുണകരമല്ല. അത് കാരണം ധനസംബന്ധമായിട്ടുള്ള ഇടപാടുകൾ കുറച്ചു കാലം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ അന്തരീക്ഷങ്ങൾ ഇത്തിരി മോശമാകാനുള്ള സാധ്യതയുണ്ട്. അത് കുറച്ചു കാലമെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏപ്രിൽ മാസം ഏകദേശം 25-ാം തീയതിയോളം വന്നിട്ട് ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ധന ഇടപാടുകൾ നടത്തുന്നത് മൂലം വലിയ പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്തെല്ലാം ധനങ്ങൾ കടം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ ഭാഗം ഒന്ന് നിങ്ങൾ ചിന്തിക്കണം. അതുപോലെ തന്നെ കുടുംബത്തിൽ അലോസരപരമായിട്ടുള്ള വഴക്കുകൾ വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതും കുടുംബ ഭദ്രതയെ തകർക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത് പൊതുവെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവർക്ക് 3-ാം ഭാവത്തിന്റെ ഒരു സഹായ സ്ഥാനത്തിൽ നിൽക്കുന്നത് ശനിയാണ്. ആ ശനിയുടെ ഒരു ബലത്തിൽ ഇവർക്ക് ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ ശാരീരപരമായിട്ടുള്ള സുഖവും ഉണ്ടാവുന്നതാണ്. ശാരീരിക സംബന്ധമായിട്ട് ഒരു മേൽക്കൈയെല്ലാം ഇവർ കാണുന്നുണ്ട്. അത് കാരണം വലിയ കുഴപ്പമില്ല. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ധൈര്യം വളരെ കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് മാതൃസംബന്ധമായിട്ടുള്ള സ്നേഹങ്ങളും മാതാവിൽ നിന്നുള്ള ഗുണങ്ങളും അതുപോലെ തന്നെ ഭവന നിർമ്മാണത്തിന്റെ പുരോഗമനങ്ങളെല്ലാം നല്ലപോലെ നടക്കുന്നുണ്ട്. ഭവന നിർമ്മാണത്തിൽ അധിക ചെലവ് വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധന ഇടപാടുകൾ നടത്തുമ്പോൾ പൊതുവെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ട് കുറച്ച് സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോർന്നു പോകാതെ സൂക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പുതിയ ബന്ധങ്ങൾ ഏർപ്പെടുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ഇവർക്ക് പുതിയ ബന്ധങ്ങൾ നിലനിർത്തുവാനായിട്ട്. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ വാഹനയോഗം നല്ലതുപോലെ കാണുന്നുണ്ട്. വാഹനങ്ങൾ പുതിയ വാഹനങ്ങൾ വാങ്ങുവാനും അതുപോലെ തന്നെ പഴയ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനങ്ങൾ എടുക്കുവാനും വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിശക്തിക്ക് ഉണർവ് വരും. ഉണർവ് വരും മൂലം തൊഴിലിൻ മേഖലയിൽ സംഘടനയും നേട്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്ന സാധ്യതകളെല്ലാം വന്നിട്ട് പുതിയ ബിസിനസ് മേഖലയിലെല്ലാം ഇവർക്ക് വഴിവെക്കാനുള്ള കാര്യമുണ്ട്. പക്ഷെ ധന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശത്രുക്കളിൽ നിന്നെല്ലാം മോചനം നേടുവാനുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെന്റ് സംബന്ധമായിട്ട് ജോലി ആഗ്രഹിക്കുന്നതെല്ലാം അത് കിട്ടുവാനുള്ള യോഗം കൂടി ഏപ്രിൽ മാസത്തിൽ കാണുന്നുണ്ട്. അത് വളരെ ഉചിതപരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. ഗവൺമെന്റ് ജോലിയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഉദ്യോഗക്കയറ്റം കിട്ടുവാനും അതുപോലെ തന്നെ സ്ഥാനപരം അതായത് സ്ഥലമാറ്റത്തിനായി ശ്രമിക്കുന്നവർക്കെല്ലാം സാധ്യതപ്പെടുവാനുമുള്ള സാധ്യത ഈ മാസത്തിൽ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങളെല്ലാം വളരെ അനുകൂലപരമായിട്ട് വരുവാനും വിവാഹ ബന്ധങ്ങൾ ഉറപ്പിക്കുവാനും വിവാഹങ്ങൾ നടക്കുന്നത് വളരെ ഉചിതപരമായിട്ടുള്ള ഒരു നീക്കങ്ങളോട് വരികയും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ വന്നുള്ള ഒരു കൂട്ടുബന്ധം കൂടുതലായിട്ട് ഐക്യം വരുവാനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ ധൈര്യ സംബന്ധമായിട്ടുമുള്ള ഒരു കാര്യം ചിന്തിക്കുകയാണെങ്കിലും പെട്ടെന്നുള്ള ഒരു അസുഖങ്ങൾ ചിലപ്പോൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ കാൽ തന്നെ വീഴുവാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് സുബ്രഹ്മണ്യ പ്രീതി വരുത്തുന്നത് വളരെ ഉപകാരമാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭസ്മാഭിഷേകം നടത്തുകയും പിന്നീട് അത് പാലഭിഷേകത്തേക്ക് മാറുകയും ചെയ്യുന്നത് വളരെ ഉചിതപരമായിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത്. അതുപോലെ തന്നെ പഞ്ചാമൃത നിവേദ്യം ഭഗവാന് കൊടുക്കുന്നത് മൂലം ആ ദോഷങ്ങളെല്ലാം മാറുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യകടാശങ്ങൾ വരുവാനുള്ള നല്ലൊരു സമയം കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. ഗുരുക്കന്മാരിൽ നിന്നും പിതൃക്കന്മാരിൽ നിന്നുമെല്ലാം നല്ല സപ്പോർട്ട് കിട്ടുവാനും പിതൃബന്ധം ഉറപ്പിക്കുവാനുമുള്ള ഒരു സംഭവം കൂടി കാണുന്നുണ്ട്. അകന്ന് ജീവിക്കുന്നവർക്കെല്ലാം
ഒന്നുചേരുവാനുള്ള ഒരു സമയം കൂടിയാണ് കാണുന്നത്. കർമ്മമേഖല പൊതുവെ പേർക്ക് തൃപ്തികരമാണ്. കർമ്മമേഖലയിൽ പുരോഗമനങ്ങൾ വരുവാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. ധനലാഭം വർദ്ധിക്കുന്നത് മൂലം ധനങ്ങൾ കടം കൊടുക്കുവാനായി ചിന്തിക്കുകയാണെങ്കിൽ അത് മാത്രം ചെയ്യരുത്. ധനവർദ്ധനം ഉണ്ടാവും. പക്ഷെ ധനത്തിന്റെ കാര്യത്തിൽ പൊതുവെ ഇപ്പോഴും ധനത്തിന്റെ കാര്യത്തിൽ പൊതുവെ ഒന്ന് ചിന്തിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ അനുകൂലപരമായിട്ടുള്ള സാധ്യതയാണ്. ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ പ്രമോഷനുകളും മറ്റുള്ളത് ഗവൺമെന്റ് ജോലിയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണപരം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലെല്ലാം വളരെ ഉത്സാഹവും എക്സാം നടത്തുന്നവർക്കെല്ലാം വളരെ മാർക്കോടുകൂടി പാസ്സാകുവാനുമുള്ള ഒരു ഇതും കാണുന്നുണ്ട്. അതുപോലെ തന്നെ അമിത ചെലവ് കൂടുതലായി വരുന്നതായിട്ട് ഒരു സമ്പ്രദായം കാണുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കുവാനുള്ള ഒരു കഴിവ് അവനവൻ തന്നെ എടുക്കുന്നത് മൂലം അത് വളരെ ശ്രദ്ധാപൂർവമായിരിക്കും. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഗുണകരമാണ്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതായത് സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ വസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഈ മാസത്തിൽ വളരെ ഉണർവോട് കൂടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് കാണുന്നത്. വൻ ലാഭം വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പണം പൊതുവെ എങ്ങനെ നിലനിർത്താനുള്ള ഒരു ചിന്താഗതി പോലും ഇപ്പോൾ വരുവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതുപോലെ തന്നെ ധനം വരുന്നത് മൂലം തന്നെ ധനച്ചെലവ് നിയന്ത്രിക്കുവാനുള്ള സാധ്യതയും കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവർക്ക് ചിത്ര നക്ഷത്രക്കാർക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭഗവതി സേവ നടത്തുന്നത് മൂലം വളരെ തൃപ്തികരമായിട്ടുള്ള അനുഭവം കുറച്ചുകൂടി അനുകൂലപരമായിട്ട് വരുവാനുണ്ട്. അതുപോലെ തന്നെ ചോതി നക്ഷത്രക്കാർക്ക് നാഗക്ഷേത്രത്തിൽ ആയില്യം നാളിൽ അല്ലെങ്കിൽ പക്കപ്പിറന്നാളിൽ, ചോതി നക്ഷത്രത്തിൽ തന്നെ പക്കപ്പിറന്നാളിൽ വരുന്ന നക്ഷത്ര ദിവസം നാഗത്തിങ്കൽ ഭാഗ്യസൂക്തവും അതുപോലെ തന്നെ നാഗപൂജ നടത്തുന്നത് മൂലം വളരെ നൈപുണ്യങ്ങൾ കിട്ടുവാൻ സാധ്യതയുണ്ട്. വിശാഖ നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണുവെങ്കിൽ തൃപ്തികരമായിട്ടുള്ള യഥാശക്തി വഴിപാട് മൂലം ഇവർക്ക് അനുവൈകരമായിട്ടുള്ള വരുവാനും ഉള്ള സാധ്യത വളരെ കാണുന്നുണ്ട്. പൊതുവെ ഇവർക്ക് പറയുകയാണെങ്കിൽ ഗുണദോഷ മിശ്രത്തിൽ ഈ മാസം ഗുണകരം തന്നെ എന്ന് പറയാം.